ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പേഷ്യന്റിന്റെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കി ബ്ലഡിന്റെ അവൈലബിലിറ്റി ഉറപ്പാക്കണം. ശരി ഡോക്ടർ. വേഗം വേണം. പുറത്തുള്ളവരെ വിവരം അറിയിച്ചോളൂ. സ്വാതിയുടെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയാ സിസ്റ്റർ? ഡോക്ടർ പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല. ഡോക്ടർ വന്ന് സംസാരിച്ചോളൂ. പിന്നെ സ്വാതിയുടെ ബ്ലഡ് ഗ്രൂപ്പിന്റെ ഡോണർ വന്നു. അവളുടെ ഗ്രൂപ്പ് ബി നെഗറ്റീവാ. അതെ, ബി നെഗറ്റീവ് വേണമെന്ന് അറിയിച്ചിരുന്നു. ആരെങ്കിലും വന്നോ? ഞങ്ങളുടെ ആരുടെയും ഗ്രൂപ്പ് അവളുടെ ബ്ലഡ് ഗ്രൂപ്പായിട്ട് ചേരില്ല. ഞാൻ പലരെയും കോണ്ടാക്ട് ചെയ്തു, ഒന്നും നടന്നില്ല. ഏത് ഗ്രൂപ്പാ സിസ്റ്റർ വേണ്ടത്? ഓ നെഗറ്റീവോ ബി നെഗറ്റീവോ വേണം. നിങ്ങൾ ട്രൈ ചെയ്യൂ. എന്റേത് ബി നെഗറ്റീവാ. അതിനുവേണ്ടി ആരെ അന്വേഷിക്കണ്ട. ഇപ്പൊ കൊണ്ടുവന്ന പേഷ്യന്റിന് ബ്ലഡ് വേണം. അതുടനെ കിട്ടണം. ആ പേഷ്യന്റിന്റെ ബ്ലഡ് ഗ്രൂപ്പ് വളരെ റെയറാ. എ ബി നെഗറ്റീവ്. ഒരിക്കൽ ഞാൻ അവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ബ്ലഡ് ഗ്രൂപ്പാ അമ്മുന്റേത്. ഞാൻ കൊടുക്കാം. എന്നാൽ രണ്ടുപേരും പെട്ടെന്ന് ബ്ലഡ് ബാങ്കിലേക്ക് പൊയ്ക്കോളൂ. ഫസ്റ്റ് ഫ്ലോറിലാ. മോനെ വേഗം വാ. ഇത് മതി വല്യച്ഛയ്ക്ക് ദിനേശിനോട് സിമ്പതി തോന്നാൻ. കവിത ഒറ്റപ്പെട്ടു തുടങ്ങിയോ എന്നൊരു തോന്നൽ. തളർച്ചയോ ക്ഷീണോ തോന്നുമ്പോ പറയണം. ഈ മനുഷ്യന് ഇങ്ങനൊരു മാറ്റം വന്നത് വിശ്വസിക്കാനാവുന്നില്ല. അമ്മോ, നിനക്ക് രക്തം തരാനാ ഞാൻ ആഗ്രഹിച്ചത്. നീ ആഗ്രഹിക്കുന്നത് നിന്റെ ചേച്ചിക്ക് കൊടുക്കാനാവും. കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത ഞാൻ ഇപ്പോ അറിയുന്നു. നീ എനിക്ക് അത് അനുഭവപ്പെടുത്തി തന്നു. ഇവൻ നിന്റെ ആരാ? എന്റെ സഹോദരനാ. നീ തിരിച്ചു വരണം മോളെ. നിന്റെ ചേച്ചിയും തിരിച്ചു വരണം. നിന്നെ ഞങ്ങൾക്ക് വേണോ അമ്മു? ഒരിക്കലും അണയാത്ത കെടാവിളക്കായി. എന്താ? ഒന്നുമില്ല സിസ്റ്റർ. കഴിഞ്ഞോ? മാഡം, ധൃതി വെച്ചിട്ട് ഒരു കാര്യവുമില്ല. മാഡം ആദ്യം ഒന്ന് ശാന്തമാകൂ. വേണ്ടതൊക്കെ ചെയ്തേ. ഞാനും കാത്തിരിക്കുകയാണ്. ഇതിലൊരു തിരിഞ്ഞുനോട്ടവും വീണ്ടുവിചാരവും ഇല്ലെന്ന് ലോക്കിക്കറിയാലോ. എനിക്ക് നല്ല ബോധ്യമുണ്ട്. മാഡം കരുതുന്ന പോലെ ഇവിടെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കില്ല. എന്ന് വെച്ചാൽ ഞാൻ കാത്തിരിക്കണമെന്ന്. ഇത് കേരളമാണെന്ന്. കാത്തിരുന്നേ പറ്റൂ. പിന്നെ നാളെ ഡൽഹിയിൽ നിന്ന് ഒരു സർജൻ വരുന്ന വിവരം കിട്ടിയിട്ടുണ്ട്. ആരാണ് അയാൾ? ഡോക്ടർ അനന്തനാരായണൻ. അനന്തനാരായണനോ? പേഷ്യന്റ് എന്തെങ്കിലും പ്രതികരണം ഉണ്ടെങ്കിൽ മാത്രമേ സർജറി നടക്കൂ. ഡോക്ടർ വന്നാലും സർജറി ഉണ്ടാവില്ലെന്ന നിഗമനത്തിലായി ഇവിടുത്തെ മെഡിക്കൽ ടീം. ലൂക്ക വെച്ചോളൂ. അച്ഛൻ എന്താ കാണണമെന്ന് പറഞ്ഞത്? മോളെ, നീ ഇതുവരെ പ്രഭയെ വിവരം അറിയിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായി. ചെറിയ ആക്സിഡന്റോ ഹോസ്പിറ്റൽ കേസോ ആണെങ്കിൽ പ്രഭയെ ടെൻഷൻ അടിപ്പിക്കണ്ടെന്ന് കരുതി അറിയിക്കാതിരിക്കാം. ഇതങ്ങനെയാണോ മോളെ?
എന്റെ മോളുടെ കാര്യത്തിൽ അച്ഛനും പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അച്ഛ, എനിക്ക് അവളെ തിരിച്ചു കിട്ടില്ല അച്ഛ. വിളിക്കാവുന്ന ഈശ്വരന്മാരെ മുഴുവൻ വിളിച്ച് കരഞ്ഞപേക്ഷിക്കല്ലേ മുള്ളു. ദേവി നമ്മളെ കൈവഴിയില്ലെന്ന് വിശ്വസിക്കാം. നമ്മുടെ കുട്ടിയെ തിരിച്ചു തന്നില്ലെങ്കിൽ എന്തിനാ വച്ചാരാധനയും പൂജയും കുടുംബദേവതയൊക്കെ? ദേവി കനിവ് കാട്ടുമോളെ, നീ തളർന്നു പോവാതിരുന്നാ മതി. ശാസ്ത്രികൾ പറഞ്ഞത് നീ പുച്ഛിച്ചു തള്ളിയതല്ലേ? മംഗലശ്ശേരിയിലെ പുതിയ തലമുറയ്ക്ക് പ്രാണഭേദി അദ്ദേഹം പ്രവചിച്ചത്. നിനക്ക് കാളസർപ്പയോഗവും പറഞ്ഞു. എല്ലാ ചട്ടായി. അച്ഛ, ഞാനങ്ങനൊന്നും കരുതിയില്ല അച്ഛ. എന്റെ കുഞ്ഞിന് ആപത്ത് വരാൻ പോകുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സദാ നേരവും ഞാൻ അവക്കൊപ്പം തന്നെ ഉണ്ടാവുമായിരുന്നു. എന്തൊക്കെ ചെയ്താലും വിധിയെ തടയാനാവില്ല. ദൈവചിന്ത മനസ്സിലുണ്ടെങ്കിൽ ആപത്തുകളുടെ കാഠിന്യം കുറയും. ഇവിടെ ഇവ തന്നെ ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മു ഇപ്പോൾ പൂജാമുറിയിൽ അവളുടെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിനക്ക് അമ്മുവിനോട് വെറുപ്പാണെങ്കിലും അവളുടെ പ്രാർത്ഥനയ്ക്കും ഫലമുണ്ടാകുമെന്ന് നീ മനസ്സിലാക്കണം. പാവം പെണ്ണാവൾ. അവളെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയട്ടെ. എന്റെ മോളുടെ ജീവൻ നിലനിർത്താൻ ആര് പ്രാർത്ഥിച്ചാലും ഞാൻ വേണ്ടാന്ന് പറയില്ല അച്ഛ. ഞാൻ അത്രയ്ക്ക് തകർന്ന അച്ഛ. എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു തിരിച്ചടി ഇനി ഉണ്ടാവാനും പോകുന്നില്ല. നീ എന്തായാലും പ്രഭയെ വിവരം അറിയിക്കണം മോളെ. അല്ലെങ്കിൽ അതിന്റെ പഴി നിനക്ക് കേൾക്കേണ്ടി വരും. നീ പറയാതെ തന്നെ പ്രഭയെ വിവരം അറിയും. എത്രയോ സുഹൃത്തുക്കൾ പ്രഭയ്ക്ക് ഇവിടെ ഉണ്ട്. അവരെ വിളിച്ച് പറയില്ലെന്നാണോ നീ കരുതുന്നത്? ഞാനിത് ചിന്തിക്കാതിരുന്നതല്ല. ഇപ്പോ പ്രഭയോടിത് പറയാനുള്ള ധൈര്യം എനിക്കില്ല അച്ഛ. ശ്രീകുട്ടി കണ്ണു തുറക്കട്ടെ, അതുവരെ ഞാൻ കാത്തിരിക്കാം. ഇതിനിടയില് അവൻ അറിയും മോളെ. പ്രഭയുടെ ഏതെങ്കിലും ഫ്രണ്ട് ഈ വിവരം അറിഞ്ഞ ഉറപ്പായിട്ടും സത്യമാണോന്നറിയാൻ എന്നെ വിളിക്കും അമ്മേ. അത് കഴിഞ്ഞേ അവര് പ്രഭയെ അറിയിക്കും. ഇതിനിടെ എന്നെ അങ്ങനെ ആരും വിളിച്ചിട്ടില്ല അച്ഛ. അച്ഛനും മോളും തമ്മിലുള്ള ഇന്റിമസി എനിക്കറിയാം അച്ഛ. ഇങ്ങനൊരു വിവരം അറിഞ്ഞ് പ്രഭയ്ക്കത് താങ്ങാനാവില്ല. ബോധം തെളിഞ്ഞിട്ട് പ്രഭ അറിഞ്ഞാ മതിയെന്ന് ഞാൻ പറഞ്ഞത്. എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ അച്ഛ. അച്ഛൻ കിടന്നോ? മോള് കണ്ണു തുറന്ന അറിയിക്കണേ. അറിയിക്കാമേ. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരണ്ട. അവൾക്ക് പ്രഭയെ അറിയിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനാകും വസുമതി?
അഞ്ജനയെ തിരുത്താൻ നമുക്കാവില്ല. പ്രഭയോട് അവൾക്ക് മറുപടി പറയേണ്ടി വരും. ശ്രീകുട്ടിയുടെ കാര്യത്തിൽ ഒരുറപ്പും ഡോക്ടർ പറഞ്ഞിട്ടില്ല. ശാസ്ത്രികൾ പറയാതെ പറഞ്ഞത് പ്രാണഭീതിയല്ല, പ്രാണാപകരണം തന്നെയാ. എന്റെ ദേവി, പൾസ് ചെക്ക് ചെയ്തോ? നോർമലായി വരുന്നുണ്ട്. സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലേ? റിപ്പോർട്ട് ചെയ്യണം. ഡോക്ടർ, ഈ പേഷ്യന്റ് സോദിയുടെ സിസ്റ്ററാ. ഈ പേഷ്യന്റിന്റെ സിസ്റ്ററോ? അതെ ഡോക്ടർ. ചേച്ചി രക്ഷപ്പെടില്ലെന്നറിഞ്ഞ് ആത്മഹത്യക്ക് ശ്രമിച്ചത് അനിയത്തി. അവർ തമ്മിൽ അത്ര അടുപ്പത്തില്ല. ആ നിലയ്ക്ക് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആലോചിച്ചിട്ട് പോരെ ഡോക്ടർ. പേഷ്യന്റിന്റെ ബോധം തെളിയട്ടെ. സ്വാതിയുടെ കാര്യത്തിൽ റാംമോഹൻ സാർ ഇപ്പോഴും കൺഫ്യൂഷനില്ല. ഇതുവരെയും ഒരു പ്രതികരണവും ഇല്ലാത്ത നിലയ്ക്ക് എങ്ങനെ നാളെ സർജറി നടത്തും? ഡോക്ടർ അനന്തനാരായൺ സാർ രാവിലെ എത്തുമെന്നാണല്ലോ കേട്ടത്. മോർണിംഗ് ഫ്ലൈറ്റാ. അദ്ദേഹത്തിന് പുറപ്പെടേണ്ടി വരുമോ ഇല്ലയോ എന്ന കാര്യം ഇന്ന് രാത്രി അറിയാം. ശരി. സിസ്റ്റർ, ഞാൻ അടുത്ത ക്യാബിനിലുണ്ടാവും. ശരി ഡോക്ടർ. സഞ്ജു, ഞാൻ സ്വാതി, റോസിന്റെ ഫ്രണ്ടാ. എവിടെയാ റോസ്? എന്തു പറ്റിയതാ? ഇതൊരു മർഡർ അറ്റംപ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന കുട്ടിയാ. സോറി. ഗെറ്റ് വെൽ സൂൺ. വാ, ഇതാണ് അമ്മുവിന്റെ റൂം. എങ്ങനെയുണ്ട്? റൂം ഇഷ്ടമായോ? അയ്യോ, എനിക്കെന്തിനാ ചേച്ചി ഇത്രയും വലിയ മുറി? ഇവിടെ ഇരിക്കും. ഇവിടെ ഉള്ളല്ലേ ചെറിയ റൂമായത്. അയ്യോ, എനിക്ക് കിടക്കുന്ന അടുക്കളയിൽ അല്പം സ്ഥലം തന്നാ മതി, ഞാൻ അവിടെ കിടന്നോളാം. കിച്ചണിൽ കിടത്താനല്ല ഞാൻ നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്. ഞാൻ ഇവിടെ എങ്ങനെ ജീവിക്കുന്നോ അതുപോലെ നീയും ജീവിക്കും. ഇനി എന്നും അമ്മ എനിക്ക് ഇതുപോലെ വാരി തന്നാ മതി. ഞാൻ അമ്മുവിന്റെ കുഞ്ഞായിട്ടിരുന്നോളാം. ദാ, മൂന്നാല് ദിവസം മുന്നേ മൈലാഞ്ചി ഇട്ട ചടങ്ങിന്റെ അന്ന് നന്നായി ചുമന്നിരിക്കും. സത്യാണോ? മൈലാഞ്ചി നന്നായി ചുമന്ന ഭർത്താവിന് നല്ലതാന്നാ പറയാറ്. അവർ സ്നേഹിക്കുന്നവരെ എപ്പോഴും മനസ്സിലോർക്കും.
എന്നാ എനിക്കതൊന്നും അറിയണമല്ലോ. മൈലാഞ്ചിയുടെ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ചേച്ചി ആളെ ഓർത്തില്ലേ? സഞ്ജുവിനെ ഓർത്തിട്ട് തന്നെയാ ഞാൻ കൈ നീട്ടിയത്. സഞ്ജു ഇപ്പൊ നല്ല ഉറക്കമായി കാണും. കുറച്ചേരം കൂടെ ഇരിക്കട്ടെ, എന്നിട്ട് കൈ കഴുകിയാൽ മതി. എനിക്ക് ഉറക്കം വരുന്ന അമ്മു. അയ്യോ ചേച്ചി കിടക്കല്ലേ, ഇത് കഴുകിയിട്ടേ ഞാൻ പോവും. എനിക്കൊന്ന് കിടക്കണം അമ്മു. ഇത് കഴിഞ്ഞിട്ട് പോയാ മതി. ചേച്ചി കണ്ണടക്കരുത്, ചേച്ചി കണ്ണടക്കല്ലേ, ചേച്ചി കണ്ണുറക്ക്, ചേച്ചി കണ്ണടക്കല്ലേ. അയ്യോ ഏയ്, ചേച്ചി എന്താ ഇത്? എന്നെ വാ ഇങ്ങോട്ട്. എന്താ ഇത്? വന്ന് കിടക്ക്. ചേച്ചി ചേച്ചി അമ്മ വന്നു, ചേച്ചി എന്നെ ഒന്ന് നോക്ക്, ചേച്ചിയുടെ അമ്മ. ചേച്ചി 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 ഒന്ന് നോക്ക്, ചേച്ചി. എന്താ ഈ കാണിക്കുന്നത്? വാ, വന്ന് കിടക്ക്. വന്ന് കിടക്കാൻ. ഞാനൊരു ചേച്ചി ഒന്ന് കണ്ടോട്ടെ. എന്നെ വിട്. വന്ന് കിടക്ക്. വാ, വരാൻ. വന്ന് കിടക്ക്. എന്നെ വിട്. പിടിച്ചു മാറ്റ്. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. വിട്. ഇത് എന്റെ ചേച്ചിയാ. നോക്ക്, ഇത് ICU ആ. ഇവിടെ ചേച്ചി അനിയത്തി ഒന്നുമില്ല. ഹോസ്പിറ്റലിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ലേ? ഇത് വീടല്ല. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ കുട്ടിയെ ഈ യൂണിറ്റിൽ നിന്ന് മാറ്റും. അത് വേണോ? അമ്മു, മിണ്ടാതെ കിടക്ക്. അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ മുറിന്ന് ഷിഫ്റ്റ് ചെയ്യും. പിടിച്ചു കിടത്ത്. ഇനി പ്രശ്നം വല്ലതും ഉണ്ടാക്കിയാൽ ഉടനെ എന്നെ അറിയിക്കണം. ഷിഫ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യാം. സഞ്ജു, സഞ്ജു, ശ്രീദേവി, എന്താ ശ്രീദേവി. അമ്മേ അമ്മേ എന്തു പറ്റി? ഒന്നുമില്ല മോനെ. അമ്മ ഇവിടെ ഇരിക്കണ്ട, റൂമിലേക്ക് വെക്കോ. ശ്രീദേവി അങ്ങോട്ട് ചെല്ല്. രാജു, നീ ശ്രീദേവിയെ കൂട്ടി റൂമിലേക്ക് പോ. വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ചൂടുവെള്ളം കുടിക്കാൻ കിട്ടിയ. ഞാൻ പോയി വാങ്ങിട്ട് വരാൻ ചൂടുവെള്ളം. ഫ്ലാസ്ക് മുത്തച്ഛന്റെ മുറിയിലുണ്ട്. ശരി. കുഴപ്പമില്ലടാ, എനിക്കൊന്നുമില്ല. ശ്രീദേവി അങ്ങോട്ട് ചെല്ല്. കുഴപ്പമില്ല, എനിക്ക് സോറി.